السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما نافعا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഹഖിന്റെ അഹ്ലുകാരായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ കഴിഞ്ഞകാല നേതാക്കളെ, ഇമാമുമാരെ പരിചയപ്പെടുന്ന തുടർ പഠന ക്ലാസ്സിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ഇമാമുൽ അഅ്ലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി റഹിമഹുള്ളയുടെ ജീവ ചരിത്രമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇമാമു ദാരിൽ ഹിജ്റ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം മാലിക് ഇബ്നു അനസ് ഇബ്നു മാലിക് റഹിമഹുള്ളയുടെ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് നാം പഠിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നയുടെ നേതാക്കളെയും ഇമാമിങ്ങളെയും ഒക്കെ പഠിക്കുക വഴി അവരുടെ മഹബത്ത് വർദ്ധിക്കുവാനും അവരുടെ മാർഗത്തെ ജീവിതത്തിൽ നമുക്ക് മാതൃകയായി സ്വീകരിക്കുവാനും അവരോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുമുള്ള മഹാഭാഗ്യം നൽകി നമ്മയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവ് കൊണ്ട്, വിനയം കൊണ്ട്, താഴ്മ കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, സൂക്ഷ്മത കൊണ്ടെല്ലാം വിശ്വപ്രസിദ്ധരായ ആളുകളിൽ മുമ്പിൽ നിൽക്കുന്നവരിൽ പ്രധാനിയാണ് ഇമാം മാലിക് റഹിമഹുല്ലാ. ഹദീസിലും വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനീയങ്ങളിലും കർമ്മശാസ്ത്രത്തിലും നിദാനശാസ്ത്രത്തിലുമെല്ലാം ഇമാം മാലിക് വലിയ പ്രാവീണ്യം നേടിയ മഹാനായ പണ്ഡിതനാണ്. വ്യത്യസ്തങ്ങളായ സ്ഥാനപ്പേരുകളിൽ ഇമാം മാലിക് റഹിമഹുല്ലാ അറിയപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും പ്രസിദ്ധമായ സ്ഥാനപ്പേരാണ് ഇമാമു ദാരിൽ ഹിജ്റ, ഹിജ്റ ഭവനത്തിന്റെ ഇമാം. ഹിജ്റ ഭവനം എന്നത് മദീനയാണ്. നബി തങ്ങൾ ഹിജ്റ പോയ നാടായതുകൊണ്ടാണ് ദാറുൽ ഹിജ്റ എന്ന് മദീനയ്ക്ക് പേരുണ്ടായത്. ആ മദീനയിലെ ഇമാം എന്ന അർത്ഥത്തിൽ ഇമാമു ദാരിൽ ഹിജ്റ അല്ലെങ്കിൽ ഇമാമുൽ മദീന എന്ന പേരാണ് അതിന്റെ ഏറ്റവും അധികം പ്രസിദ്ധമായ പേര്. അതോടൊപ്പം ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ഇമാം മാലിക്കിനെ കുറിച്ച് വിശേഷിപ്പിക്കപ്പെടാറുണ്ട്. അതുപോലെ ഹുജ്ജത്തുൽ ഉമ്മ, സയ്യിദുൽ ഉമ്മ എന്നൊക്കെയുള്ള പേരുകളിൽ ഇമാം മാലിക് റഹിമഹുല്ലാ അറിയപ്പെടാറുമുണ്ട്. മുഫ്തിൽ ഹിജാസ്, ഹിജാസിലെ മുഫ്തി എന്നും, ഫഖീഹുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ഫഖീഹ്, അഗാധ ജ്ഞാനമുള്ളവൻ, കർമ്മശാസ്ത്ര
രംഗത്തെ വൈദഗ്ധ്യമുള്ളവൻ എന്നെല്ലാം അർത്ഥത്തിൽ ഫഖീഹുൽ ഉമ്മ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. ലോകത്ത് ഇമാം മാലിക്കിന് ശേഷം വന്ന പണ്ഡിതന്മാരെല്ലാം ഇമാം മാലിക്കിന്റെ മഹത്വങ്ങളെ എടുത്തു പറയാതെ പോയിട്ടില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാ ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ്. 10 വയസ്സിൽ അല്ലെങ്കിൽ 13 വയസ്സിൽ ഇമാം ഷാഫി റഹിമഹുല്ലാ ഇമാം മാലിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. 10 വയസ്സ് മുതൽ ഇമാം ഷാഫിക്ക് ആഗ്രഹമുണ്ട് ഇമാം മാലിക്കിനെ കാണാനും ഇമാം മാലിക്കിന്റെ ശിഷ്യത്വം സ്വീകരിക്കാനും ഇമാം മാലിക്കിൽ നിന്ന് ദീനു പഠിച്ച് ഇമാം മാലിക്കിനെ പോലെ ഒരു ആലിമായി മാറണമെന്നുമുള്ള ആഗ്രഹം 10 വയസ്സിൽ തന്നെ ഇമാം ഷാഫിക്ക് ഉണ്ടായിരുന്നു. 13-ാം വയസ്സിലാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ മദീനയെത്തി ഇമാം മാലിക്കിനെ കണ്ട് ഇമാം മാലിക്കിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിൽ നിന്ന് ദീനു പഠിച്ച് 8 മാസക്കാലം ഇമാം മാലിക്കിന്റെ വീട്ടിലാണ് ഇമാം ഷാഫി റഹിമഹുല്ലാ താമസിച്ചത് പോലും. ആ നിലക്ക് ഇമാം മാലിക്കുമായി അടുത്തിടപഴകാൻ അവസരം കിട്ടിയവരാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇമാം മാലിക്കിനെ കുറിച്ച് പറഞ്ഞ പ്രയോഗങ്ങൾ കാണാം. ഇദാ ദുക്കിറൽ ഉലമാഉ ഫമാലികുൻ അൻ-നജ്മു എന്നാണ്. ഇദാ ദുക്കിറൽ ഉലമാ, ഉലമാക്കളെ കുറിച്ച് പറയപ്പെടുകയാണ് എങ്കിൽ, പണ്ഡിതന്മാരെ കുറിച്ച് പരാമർശിക്കുകയാണെങ്കിൽ ഫമാലികുൻ അൻ-നജ്ം, ഇമാം മാലിക് റഹിമഹുല്ലാ നക്ഷത്രമാണ് എന്നാണ്. പണ്ഡിതന്മാർക്കിടയിലെ നക്ഷത്രമാണ് ഇമാം മാലിക് എന്ന് ശിഷ്യൻ കൂടിയായ ഇമാം ഷാഫി റഹിമഹുല്ലാ ഉസ്താദിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വമാലികുൻ ഹുജ്ജത്തുല്ലാഹി അലാ ഖൽഖിഹി ബഅദ താബിഈൻ, താബിഈകൾക്ക് ശേഷം അല്ലാഹുവിന്റെ ഒരു ഹുജ്ജത്താണ്. ഉമ്മത്തിന് ഇനി മറ്റൊന്നും പറയാനില്ലാത്ത വിധം ഉമ്മത്തിനുള്ള ഒരു ഹുജ്ജത്തായി, ഒരു തെളിവായി അല്ലാഹു തആല നിശ്ചയിച്ചതാണ് ഇമാം മാലിക്കിനെ എന്നുവരെ ഇമാം ഷാഫി റഹിമഹുല്ലാ ഇമാം മാലിക്കിനെ കുറിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റ് ഒട്ടനവധി പണ്ഡിതന്മാർ ഇമാം മാലിക്കിന്റെ മഹത്വങ്ങളെ ധാരാളമായി പരാമർശിച്ചത് കാണാൻ കഴിയും. ഇമാം നവവിയും അതേപോലെ ഇമാം ദഹബിയും അടക്കമുള്ള ആളുകളെല്ലാം ഇമാം മാലിക്കിന്റെ മഹത്വങ്ങളെ എമ്പാടും പറഞ്ഞവരാണ്. ഇമാം ഷാഫി തന്നെ പറഞ്ഞു, ഇബ്നു ഉയൈനയും ഇമാം മാലിക്കും രണ്ടുപേരും ഖരീനാനി, സമകാലീനരാണ്. ഒരേ കാലത്ത് ജീവിച്ച 2 മഹൽ വ്യക്തിത്വങ്ങളാണ് സുഫിയാൻ ഇബ്നു ഉയൈന, അതേപോലെ ഇമാം മാലിക് ഇബ്നു അനസ്. ലൗലാഹുമാ ലദഹബ ഇൽമുൽ ഹിജാസ്, അവർ രണ്ടുപേരും ഇല്ലായിരുന്നുവെങ്കിൽ ഹിജാസിലെ മദീനയിലെ അറിവ് തന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു എന്നാണ്. അഥവാ ആ അറിവിന്റെ അനന്തരാവകാശമായി എടുത്തവർ മദീനയിലെ താബിഈങ്ങളിൽ നിന്ന് ദീനു പഠിച്ച് ആ അറിവിനെ പിന്നീട് ഉമ്മത്തിലേക്ക് കൈമാറിക്കൊടുത്തതിൽ ഏറ്റവും പ്രധാനികൾ 2 പേരാണ്. അതിൽ ഒന്ന് സുഫിയാൻ ഇബ്നു ഉയൈനയും മറ്റൊന്ന് ഇമാം മാലിക്കുമാണ് എന്നർത്ഥം. മാത്രമല്ല ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ളയോട് ചോദിക്കുന്നുണ്ട്, മൻ അസ്ബതു അസ്ഹാബി സുഹരി എന്ന് ഇമാം അഹ്മദിനോട് സ്വന്തം മകൻ അബ്ദുള്ള ചോദിക്കുകയാണ്. ഹദീസിന്റെ വിഷയത്തിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായ, ഏറ്റവും വിശ്വസ്തരായത് ആരാണ് എന്ന് വാപ്പയോട് മകൻ ചോദിക്കുമ്പോൾ വാപ്പാന്റെ മറുപടി മാലിക്കുൻ അസ്ബതു ഫീ കുല്ലി ഷൈഇൻ, ഹദീസിൽ മാത്രമല്ല ഏത് വിഷയത്തിലും ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും സ്വീകാര്യനായത് ഇമാം മാലിക് ആകുന്നു എന്ന് ഇമാം അഹ്മദ് മകൻ നൽകിയ മറുപടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇമാം നവവി റഹിമത്തുള്ളാഹി അലൈഹി ഇമാം മാലിക്കിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, അജ്മഅത് ത്വവായിഫുൽ ഉലമാഇ അലാ ഇമാമത്തി മാലികിൻ വജലാലത്തിഹി എന്നാണ്. ഇമാം മാലിക്കിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ ഇമാമത്ത് നേതൃത്വം, അദ്ദേഹത്തിന്റെ മറ്റു എല്ലാ രംഗത്തുമുള്ള മേന്മകൾ, അദ്ദേഹത്തിന്റെ ഹിഫ്ള്, അദ്ദേഹം ഹദീസിനോട് കാണിച്ച ബഹുമാനം, ഈ വിഷയത്തിലെല്ലാം ഇമാം മാലിക്കിന്റെ കാര്യത്തിൽ അജ്മഅത് ത്വവായിഫുൽ ഉലമാ, പണ്ഡിതന്മാരുടെ എല്ലാ സംഘങ്ങളും ഇജ്മാ ആയിട്ടുണ്ട്, ഏകോപിച്ച് ഇമാം മാലിക്കിന്റെ മഹത്വത്തെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നുണ്ട്. മുഅർരിഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹാഫിദ് ദഹബി റഹിമഹുല്ലാ മെമ്മറിയിൽ ഹദീസ് നിദാന ശാസ്ത്രങ്ങളിൽ, ചരിത്രങ്ങളിൽ എല്ലാം ലോകാത്ഭുതമായി എണ്ണപ്പെടുന്ന പണ്ഡിതനാണ് ഹാഫിദ് ദഹബി റഹിമഹുല്ലാ. അദ്ദേഹം ചരിത്രം എമ്പാടും രേഖപ്പെടുത്തിയ മുഅർരിഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ചരിത്രകാരൻ എന്നാണ് ഇമാം ദഹബി വിശേഷിപ്പിക്കപ്പെടുന്നത്.
അദ്ദേഹം ഇമാം മാലിക്കിനെ കുറിച്ച് പറഞ്ഞത് മറ്റാർക്കും ഉണ്ടായിട്ടില്ലാത്ത അത്ര മഹത്വങ്ങൾ, മേന്മകൾ ഇമാം മാലിക്കിൽ സംഗമിച്ചുവെന്നാണ് ഇമാം ദഹബി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഇമാം മാലിക്കിന്റെ മഹത്വങ്ങളെ പ്രത്യേകമായി പോയിന്റ് ചെയ്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, മറ്റൊരാൾക്കും ലഭിക്കാത്ത ഒട്ടനവധി നേട്ടങ്ങൾ സംഗമിച്ച ഒരു മഹാപണ്ഡിതനാണ് ഇമാം മാലിക് റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, അതേപോലെ അദ്ദേഹത്തിന്റെ ദീന്, സൂക്ഷ്മത, വറഅ്, തഖ്വ, ഇതെല്ലാം മറ്റുള്ളവരെല്ലാം ഏകോപിച്ചത്, അദ്ദേഹത്തിന്റെ ഫിഖ്, അദ്ദേഹത്തിന്റെ ഫത്വകൾ തുടങ്ങി എല്ലാത്തിലും മറ്റാർക്കും ഇല്ലാത്ത അത്ര അദ്ദേഹത്തിന് ചില സവിശേഷതകൾ യോജിച്ച് കിട്ടി. അതോടൊപ്പം ദീർഘായുസ്സും കിട്ടിയതാണ്. 86 വയസ്സ് വരെ ജീവിക്കാൻ അവസരം കിട്ടിയവരാണ് ഇമാം മാലിക് റഹിമഹുല്ലാ. ഇമാം ഷാഫി 54 മരിച്ചവരാണ്. അപ്പൊ ദീർഘായുസ്സും കിട്ടി. അങ്ങനെ ദീർഘമായ കാലം ജീവിക്കുകയും നല്ല ഓർമ്മശക്തി ലഭിക്കുകയും ഹദീസിനോട് വലിയ ബഹുമാനവും ആദരവും നൽകപ്പെടുകയും ചെയ്ത ആളാണ് ഇമാം മാലിക് റഹിമഹുല്ലാ എന്നർത്ഥം. യഹ്യ ഇബ്നു സഈദ് അൽ-ഖത്താൻ റഹിമഹുല്ലാ ഇമാം മാലിക്കിനെ കുറിച്ച് പറഞ്ഞത് മാലിക്കുൻ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്നാണ്. ഇമാം മാലിക് റഹിമഹുല്ലാ അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, ഹദീസിലെ അമീറുൽ മുഅ്മിനീനാണ്. ഖലീഫമാരിൽ അമീറുൽ മുഅ്മിനീൻ ഉണ്ട്, പക്ഷേ ഹദീസിൽ അമീറുൽ മുഅ്മിനീൻ എന്ന് പലരെയും കുറിച്ച് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ഇമാം ബുഖാരിയെ കുറിച്ച് പറയാറുണ്ട് അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് എന്നതുപോലെ ഇമാം മാലിക്കിനെ കുറിച്ചും പറയപ്പെടുന്നു അദ്ദേഹം അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന് ഇമാം മാലിക്കിനെ കുറിച്ച് യഹ്യ ഇബ്നു സഈദ് അൽ-ഖത്താൻ പറഞ്ഞുവെന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി, മെമ്മറി പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടതാണ്. അതേപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ബുദ്ധിസാമർത്ഥ്യം, ഹദീസും ആയത്തും ഒക്കെ കേട്ടാൽ അതിൽ നിന്ന് നിയമങ്ങളെ മനസ്സിലാക്കാനുള്ള വല്ലാത്ത ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നാണ്. മാത്രവുമല്ല ഇമാം മാലിക്കിനേക്കാളേറെ ബുദ്ധി സാമർത്ഥ്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നുവരെ ഇമാം ഇബ്നു മഹ്ദി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, മുസ്ലിം ലോകത്ത് വലിയ മഹത്വമുള്ള ധാരാളം സേവനങ്ങൾ ഉമ്മത്തിന് വേണ്ടി ചെയ്ത പണ്ഡിതന്മാർ ധാരാളമായി മഹത്വങ്ങൾ പറഞ്ഞ ഒരു വലിയ ആലിമാണ്, മഹാനാണ് ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്ന് മാത്രമല്ല, ഹദീസിൽ നബി തങ്ങൾ സൂചിപ്പിച്ച ചില സൂചനകൾ, ആ സൂചനകൾ പിൽക്കാലത്ത് ഇമാം മാലിക്കിനാണ് ഏറ്റവും യോജിക്കുക എന്ന് വരെ ഹദീസ് വ്യാഖ്യാതാക്കൾ പിന്നീട് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അത് ഹദീസിൽ കാണാം, യൂശകു അൻ യദ്രിബ റജുലു അക്ബാദൽ ഇബ്നി ഫീ തലബിൽ ഇൽമി. ഒരു കാലം വരാനുണ്ട്, അന്ന് ആളുകൾ ഒട്ടകപ്പുറത്തേറി കൂട്ടം കൂട്ടമായി ഇൽമു തേടി വരുന്ന ഒരു കാലം വരാനുണ്ട്. ഫലാ യജിദു ആലിമൻ അഅലമ മിൻ ആലിമിൽ മദീന. മദീനയിലുള്ള ആലിമിനേക്കാളും വലിയ ആലിമിനെ അന്ന് കണ്ടെത്താനാവില്ല. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് അറിവ് തേടി യാത്ര ചെയ്തു വരികയും അവർക്ക് അത് ഏറ്റവും വലിയ അവലംബമായി കാണാൻ കഴിയുക മദീനയിലെ ഒരു ആലിമിനെയാകുന്നു എന്ന് ഒരു സൂചന ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ആ പറയപ്പെട്ടത് ഇമാം മാലിക്കിനാണ് ഏറ്റവും അധികം അനുയോജ്യമാവുക എന്നാണ്. പിന്നീട് വന്ന പണ്ഡിതന്മാർ ഈ ഹദീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇമാം സുയൂത്തിയെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. മാത്രമല്ല, ഇബ്നു ജുറൈജ് പറയുന്നു, നറാ അന്നഹു മാലിക് ഇബ്നു അനസ്, ഞങ്ങൾക്ക് അഭിപ്രായപ്പെടുന്നു ആ ഹദീസിൽ നബി തങ്ങൾ സൂചിപ്പിച്ച സൂചന ഇമാം മാലിക്കാണ് അതിവിടെ യാഥാർത്ഥ്യമായത് എന്നുവരെ ഈ ഹദീസ് സൂചിപ്പിച്ചുകൊണ്ട് ശേഷമുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഇമാം മാലിക് റഹിമഹുല്ലാ എന്നർത്ഥം. ശരിയായ പേര് മാലിക് ഇബ്നു അനസ് ഇബ്നു മാലിക് എന്നാണ്. മാലിക് ഇബ്നു അനസ് ഇബ്നു മാലിക് ഇബ്നു അബി ആമിർ. അദ്ദേഹത്തിന്റെ വാപ്പ അനസ്, അനസിന്റെ വാപ്പ മാലിക്, മാലിക്കിന്റെ വാപ്പ അബു ആമിർ. അസ്ലിയായ അറേബ്യൻ കബീലയിൽ തന്നെ ഉള്ളവരാണ് ഇമാം മാലിക് റഹിമഹുല്ലാ. അസ്ലി യമനാണ്, അറബികൾ അടിസ്ഥാനം യമനാണല്ലോ. ആ യമനിൽ നിന്ന് അദ്ദേഹത്തിന്റെ വല്ലിപ്പയോ അല്ലെങ്കിൽ വല്ലിപ്പയുടെ വാപ്പയോ മദീനയിലേക്ക് താമസം മാറി എന്നാണ് പറയപ്പെടുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാ ജനിച്ചത് മദീനയിലാണ്, മരിച്ചതും മദീനയിലാണ്, മറമാടപ്പെട്ടതും മദീനയിലെ ബഖീഇലാണ് ഇമാം മാലിക്കിന്റെ ഖബറുള്ളത്.
ഹിജ്റ വർഷം 93 അദ്ദേഹം ജനിച്ചത് എന്നാണ് പ്രബലമായ അഭിപ്രായം. 93 എന്നും 94 എന്നും ഒക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ഏറ്റവും പ്രബലമായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ച വർഷം ഹിജ്റ വർഷം 93 എന്നാണ്. സ്വഹാബിമാർ മരിച്ചു തീർന്നിട്ടില്ലാത്ത ഒറ്റപ്പെട്ട സ്വഹാബിമാരൊക്കെ ബാക്കിയുള്ള കാലഘട്ടമാണ് 93 എന്നർത്ഥം. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ 86 വയസ്സ് വരെ അദ്ദേഹത്തിന് ജീവിക്കാൻ അവസരം കിട്ടി. 179 അദ്ദേഹം വഫാത്താകുന്നത്. 93 ജനിച്ച് 179 അദ്ദേഹം വഫാത്തായി. ജനിച്ചതും വളർന്നതും പഠിച്ചതും പഠിപ്പിച്ചതും അദ്ദേഹം പിന്നീട് സേവനം ചെയ്തതും അവസാനം വഫാത്തായതുമെല്ലാം മദീനയിൽ തന്നെയാണ്. മദീനയിലാണ് എന്ന് മാത്രമല്ല, മദീനയിൽ റൗളയിലാണ് ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഇരിപ്പിടം. അദ്ദേഹത്തിന്റെ ദീൻ പഠിപ്പിക്കാനുള്ള മജ്ലിസ് അവിടെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകമായി നിശ്ചയിച്ച് ഉമർ ഖത്താബ് ഇരുന്നിരുന്ന ഒരു ഏരിയയുണ്ട്. ആ ഏരിയയാണ് ഇമാം മാലിക് റഹിമഹുള്ള പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അവിടുത്തെ അദ്ദേഹം കൂടിയിരുന്നത്. ഇബ്നു മസ്ഊദ് താമസിച്ച വീടുണ്ടായിരുന്നു. ആ വീട്ടിലാണ് ഇമാം മാലിക് തന്റെ വീടായി പിന്നീട് സ്വീകരിക്കുകയും അവിടെയാണ് ഇമാം മാലിക് റഹിമഹുള്ള താമസമാക്കുകയും ചെയ്തത് എന്നത് ഉമർ ഖത്താബിനോടും അതേപോലെ ഇബ്നു മസ്ഊദിനോടും സമാനമായ സ്വഹാബത്തോടുമെല്ലാമുള്ള അദ്ദേഹത്തിന് ആ ഒരു വല്ലാത്ത ബന്ധവും ആ മാതൃക സ്വീകരിക്കാനുള്ള അതിയായ താല്പര്യവുമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ച പോലെ അദ്ദേഹം ശരിയായ അറബി കബീലയിൽ പെട്ടവർ തന്നെയാണ്. അതിന്റെ പിതാവ് വലിയ ആലിമായിരുന്നു. ഇൽമിൽ മുഴുകിയ ഹദീസ് രംഗത്ത് സേവനം ചെയ്ത ആളാണ് ഇമാം മാലിക്കിന്റെ ബാപ്പ അനസ് ഇബ്നു മാലിക് റഹിമഹുല്ലാ. എന്നാൽ പിതാവിൽ നിന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസുകായിട്ട് ഒരു ഹദീസ് മാത്രമാണ് ആ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടു പോകുന്നത്. ബാപ്പ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നബിയിലേക്ക് എത്തുന്ന ഹദീസ് ശ്രദ്ധയോടുകൂടി അദ്ദേഹം ഉദ്ധരിച്ചത് ഒരു ഹദീസ് മാത്രമാണ് അങ്ങനെ വന്നിട്ടുള്ളത്. എന്നാൽ പിതാവിന്റെ പിതാവ് വല്ലിപ്പ മാലിക് ഇബ്നു അബു ആമിർ അൽ അസ്ബഹി അദ്ദേഹം താബിഈങ്ങളിൽ ഏറെ പ്രഗത്ഭനായ താബിഈയായിരുന്നു. ഒരുപാട് സ്വഹാബിമാരെ കണ്ട, ആ സ്വഹാബത്തിലൊക്കെ സഹവസിച്ച, അവരുമായി അടുത്തിടപഴകിയ പ്രഗത്ഭനായ താബിഈയാണ് അദ്ദേഹത്തിന്റെ വല്ലിപ്പയായ അബു ആമിർ എന്ന് അബു ആമിർ എന്ന മകൻ മാലിക് ഇബ്നു അബി ആമിർ. അദ്ദേഹം പ്രഗത്ഭനായ താബിഈയാണ്. ഉമർ ഖത്താബ്, ഉസ്മാൻ അഫ്ഫാൻ, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ, ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ, ഹസ്സാൻ ബിൻ സാബിത്ത് തുടങ്ങി ധാരാളം സ്വഹാബിമാരെ കണ്ട് അവരുമായി സഹവസിച്ച ആളാണ് ഇമാം മാലിക്കിന്റെ പിതാമഹൻ മാലിക് ഇബ്നു അബി ആമിർ എന്നാണ് അറിയപ്പെടുന്നത്. മാത്രവുമല്ല, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുമ്പോൾ ആ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുളിപ്പിച്ചതും കഫൻ ചെയ്തതും മറവ് ചെയ്തതുമൊക്കെ 4 പേരായിരുന്നു. ആ 4-ൽ ഒരാള് ഇമാം മാലിക്കിന്റെ പിതാമഹനായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അത്രയേറെ സ്വഹാബത്തുമായി അടുത്തിടപഴകിയ, അവരുമായി ഏറെ ബന്ധമുള്ള ആളുകളായിരുന്നു അതിന്റെ കുടുംബ പരമ്പര എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അതേപോലെ ഉസ്മാൻ അഫ്ഫാന്റെ കാലത്തുമൊക്കെ വ്യത്യസ്തമായ ദൗത്യങ്ങൾ അവർ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആഫ്രിക്കൻ പ്രദേശങ്ങൾ കീഴടക്കിയപ്പോൾ അങ്ങോട്ടുള്ള സൈന്യത്തിൽ അയച്ചവരിൽ പ്രധാനിയായിരുന്നു ഇമാം മാലിക്കിന്റെ പിതാമഹനായ മാലിക് റഹിമഹുല്ലാ. മാത്രവുമല്ല, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ഹഫുകൾ ഏകോപിപ്പിച്ച ആ ഘട്ടത്തിൽ വ്യത്യസ്തമായ ആളുകളെ മുസ്ഹഫ് എഴുതാൻ വേണ്ടി അദ്ദേഹം ചുമതലപ്പെടുത്തി. ആ കൂട്ടത്തിൽ മുസ്ഹഫ് എഴുതാൻ ഏൽപ്പിക്കപ്പെട്ട ആൾ കൂടിയായിരുന്നു ഇമാം മാലിക്കിന്റെ വല്ലിപ്പയായ മാലിക് റഹിമഹുല്ലാ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ വല്ലിപ്പന്റെ വാപ്പ അബു ആമിർ നാഫിഅ് ഇബ്നു അംർ അസ്ബഹി എന്ന് പറയപ്പെടുന്നവർ അദ്ദേഹം സ്വഹാബിയാണ് എന്നാണ് ഒരു അഭിപ്രായമുള്ളത്. അദ്ദേഹം നബിയുടെ കാലത്ത് മദീനയിൽ വന്നിട്ടുണ്ട്. നബിയെ കണ്ടുവെന്നും കണ്ടില്ല എന്നുമൊക്കെയുള്ള വ്യത്യസ്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രത്തിലുണ്ട്. എന്നാലും നബിയെ കണ്ടുവെന്നും അദ്ദേഹം അങ്ങനെ സ്വഹാബിയായി മാറി എന്നുമുള്ളത് പല ചരിത്രങ്ങൾ രേഖപ്പെട്ട് കാണുന്നു. പക്ഷേ യുദ്ധങ്ങളിൽ നബിയോടൊപ്പം പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി എന്നുമൊക്കെ വല്ലിപ്പാന്റെ വാപ്പയെ പറ്റി ആ നിലക്കുള്ള ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏതാണെങ്കിലും അദ്ദേഹം ആ നിലക്കുള്ള കുടുംബത്തിലെ ഒരു അംഗമായിക്കൊണ്ടാണ് അദ്ദേഹം ജനിച്ചത്. പിതാവും പിതാമഹനും എല്ലാം ഈ നിലയ്ക്ക് ദീനുമായി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ചെറിയ പ്രായം മുതലേ ദീനു പഠിക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ഒത്തുകിട്ടി. ഒന്ന് മദീനയിലാണ്. മദീന ഏത് കാലത്തും ഇൽമിന്റെ കേന്ദ്രമാണ്. സ്വഹാബിമാർ മുതൽ എല്ലാ കാലത്തും ഇന്നും അറിവിന്റെ വലിയ കേന്ദ്രമാണ് മദീന എന്നുള്ളത്.
ആ മദീനയിലാണ് അദ്ദേഹം ജനിച്ചത് എന്നത് ഒരു വലിയ അവസരമായി, ഇൽമുമായി ബന്ധമുള്ള കുടുംബത്തിലെ ആളാണ് എന്നതും അദ്ദേഹത്തിന് വലിയ അവസരമായി മാറി. പിതാവും പിതാമഹനും എല്ലാം ആ നിലക്ക് ദീനുമായി ബന്ധമുള്ള ആളുകളാണ് എന്നതും അദ്ദേഹത്തിന് അറിവ് പഠിക്കാൻ ഏറെ സഹായകമായി മാറി എന്നുള്ളത് പ്രധാനമാണ്. അദ്ദേഹം വളരെ ചെറിയ പ്രായം മുതലേ വിശുദ്ധ ഖുർആൻ ആദ്യം അദ്ദേഹം പഠിച്ചു. ചെറിയ പ്രായത്തിൽ, കൃത്യമായി വയസ്സ് രേഖപ്പെടുത്തപ്പെട്ടില്ല, എന്നാലും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കി. 10 വയസ്സിൽ താഴെ പ്രായമുള്ള സമയത്ത് തന്നെ അദ്ദേഹം ഖുർആൻ ഹിഫ്ളാക്കി എന്നത് പൊതുവെ അദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്തപ്പെടുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഹദീസുകൾ ഹിഫ്ളാക്കാൻ വേണ്ടി തുനിഞ്ഞു എന്നാണ്. വളരെ പെട്ടെന്ന് അദ്ദേഹം ഹിഫ്ളാക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഹദീസുകൾ കേട്ടാൽ അത് അതേ ഒറ്റ കേൾവിയിൽ തന്നെ ഹിഫ്ളാക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. 4, 5, 6 ഉസ്താദുമാരിൽ നിന്ന് ഒരു ദിവസം വ്യത്യസ്തമായ ക്ലാസുകൾ കേൾക്കുന്ന ഹദീസുകൾ അതേപടി അദ്ദേഹം കാണാതെ പഠിക്കുമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ ഉസ്താദുമാരിൽ നിന്ന് 50 മുതൽ 100 വരെ ഹദീസുകൾ ഒരു സദസ്സിൽ, ഒരു മജ്‌ലിസിൽ ഞാൻ കേൾക്കും. അത് അതേപടി എനിക്ക് ഹൃദിസ്ഥമാവുകയും ചെയ്യുമായിരുന്നതാണ്. ഉസ്താദ് ക്ലാസ്സിൽ പോയിരുന്നാൽ അന്നത്തെ ഹദീസ് ക്ലാസ്സിൽ ഒരു പക്ഷേ 50 ഹദീസ്, 60 ഹദീസ്, 70 ഹദീസ്, 100 ഹദീസ് വരെ ചിലപ്പോൾ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും. ആ ഹദീസ് എല്ലാം അതേപടി അദ്ദേഹം ഹിഫ്ളാക്കുമായിരുന്നു. പിന്നെ മറ്റേ ഉസ്താദ് ക്ലാസ്സിൽ പോയിരിക്കും, അവിടുന്ന് അതേപോലെ 50 മുതൽ 100 വരെ ഹദീസുകൾ പഠിപ്പിക്കപ്പെടും. അത് അദ്ദേഹം അപ്പടി പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിക്കാനുള്ള വല്ലാത്ത ഒരു കഴിവ് അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായം മുതലേ നൽകപ്പെട്ടതായി കാണുന്നു. അതുകൊണ്ട് അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ധാരാളമായി ഹദീസുകളും അതേപോലെ വിശുദ്ധ ഖുർആനും മറ്റു ഫിഖഹിയായ കാര്യങ്ങളുമെല്ലാം അദ്ദേഹം കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ഉമ്മയാണ് അദ്ദേഹത്തിന് പ്രത്യേകമായി പ്രോത്സാഹനം നൽകി ആ വഴിയിലേക്ക് തിരിച്ചു കൊടുത്തത്. അദ്ദേഹം ദീനു പഠിക്കാനുള്ള ആഗ്രഹം ജനിച്ചപ്പോൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ദീനു പഠിക്കണമെന്ന്, അതേ ആഗ്രഹം, ഞാൻ പഠിക്കാൻ പോകട്ടെ എന്ന് ഉമ്മയോട് അദ്ദേഹം ചോദിക്കുകയും ഉമ്മ അതിന് സമ്മതം കൊടുത്തുവെന്ന് മാത്രമല്ല പ്രത്യേകമായി നല്ല വേഷമൊക്കെ ധരിപ്പിച്ചു കൊടുത്ത് പ്രത്യേകമായി അണിയിച്ചൊരുക്കി തയ്യാറാക്കി മോൻ പോയി പഠിച്ചോളൂ എന്ന് പറഞ്ഞ് നീ ഇപ്പൊ തന്നെ ഇപ്പോൾ തന്നെ പെയ്ക്കോ എന്ന് പറയുകയും അന്നത്തെ വലിയ ആര്യമായ റബീഅ റഹിമഹുള്ളാഹിലേക്ക് പറഞ്ഞേക്കുകയും നീ അവിടെ ചെന്നോ, എന്നിട്ട് ആദ്യം നീ ഉസ്താദിൽ നിന്ന് അദബ് പഠിക്ക്, ഇൽമ പഠിക്കും മുമ്പ് നീ അദബ് പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ പ്രത്യേകമായ താല്പര്യം കാണിച്ച മകനെ പറഞ്ഞേക്കുകയും അങ്ങനെ റബീഅത്തുർ റഅയ് റഹിമഹുള്ളാഹിയുടെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തിൽ നിന്ന് കർമ്മശാസ്ത്രവും അതേപോലെ മറ്റു വിജ്ഞാനങ്ങളുമെല്ലാം അദ്ദേഹം പഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറഞ്ഞ പോലെ വളരെ വേഗത്തിൽ അദ്ദേഹം ഹിഫ്ളാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഹദീസുകളെല്ലാം അദ്ദേഹം വളരെ വേഗം ഹിഫ്ളാക്കുകയും ധാരാളം ഹദീസുകൾ അദ്ദേഹം പഠിക്കുകയും ചെയ്തതായി കാണാൻ കഴിയും. മറ്റു സഹപാഠികളെ പോലും അദ്ദേഹം പലപ്പോഴും മാറ്റി നിർത്തി ഒറ്റയ്ക്ക് ഉസ്താദന്മാരെ കിട്ടാൻ ശ്രമിക്കുകയും സഹപാഠികൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നിങ്ങളോട് പുറത്തേക്ക് ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഉസ്താദിനെ ഒറ്റ കിട്ടാൻ വരെ ശ്രമിച്ചുകൊണ്ട് ഉസ്താദിനോട് ചോദിച്ചും പറഞ്ഞും അങ്ങനെ ഉസ്താദുമാരുമായി ബന്ധമുണ്ടാക്കിയും ഒക്കെ അദ്ദേഹം പഠിക്കുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും രാവിലെ വന്നാൽ രാത്രി വരെ അങ്ങനെ ഉസ്താദുമാരെ പിന്നാലെ കൂടി അവരോട് ചോദിച്ചും പഠിച്ചും അന്വേഷിച്ചുമായി പഠിക്കുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഉസ്താദിന്റെ വീട്ടിലേക്ക് വരികയും അങ്ങനെ ദീർഘമായ മണിക്കൂറുകൾ പഠിക്കുകയും കുറച്ചു സമയം വിശ്രമിക്കാൻ ആ ഉസ്താദിന് താല്പര്യമുണ്ട് എന്നറിയുമ്പോൾ സമ്മതം വാങ്ങി തൽക്കാലം പുറത്തിറങ്ങും. അദ്ദേഹം മാറി നിൽക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും, സലാം ചൊല്ലി കയറും, എന്നിട്ട് വീണ്ടും പഠനം തുടരും. ആ നിലക്ക് അദ്ദേഹം ഉസ്താദന്മാരെ പിന്നാലെ കൂടുകയും ധാരാളമായി ഹദീസുകൾ പഠിക്കാൻ അദ്ദേഹത്തിന് സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ്. ഒരുപാട് പണ്ഡിതന്മാരുമായി ഇടപഴകാൻ അവസരം കിട്ടി. മദീന ആയതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും വന്നു പോകുന്ന കേന്ദ്രമാണല്ലോ മദീന എന്നുള്ളത്. അതുകൊണ്ട് അന്നത്തെ തലയെടുപ്പുള്ള മഹാപണ്ഡിതന്മാരുമായി എല്ലാം അദ്ദേഹത്തിന് ബന്ധം സ്ഥാപിക്കാനും അവിടെ നിന്നൊക്കെ ദീനു പഠിക്കാനും അദ്ദേഹത്തിന് സാഹചര്യമുണ്ടായി. പറയപ്പെടുന്നത് 900 ഉസ്താദുമാർ ഇമാം മാലിക്കിനുണ്ട് എന്നാണ്. വ്യത്യസ്തമായ വിജ്ഞാന ശാഖകളിലായിക്കൊണ്ട് 900 ഉസ്താദുമാരിൽ നിന്ന് മതം പഠിക്കാൻ ഇമാം മാലിക് റഹിമഹുള്ളാഹിക്ക് അവസരം കിട്ടി. അതിൽ 300 പേർ താബിഈങ്ങളാണ് എന്നാണ്. ഈ 900 ഉസ്താദുമാരിൽ 300 ആളുകൾ താബിഈങ്ങളാണ്. അങ്ങനെയുള്ള വലിയ ഒരു ഗുരു സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ധാരാളം ശിഷ്യന്മാരും അദ്ദേഹത്തിനുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഇമാം മാലിക്കിനെ കാണാൻ വേണ്ടി ധാരാളമായ ആളുകൾ അന്ന് യാത്ര ചെയ്ത് വരുമായിരുന്നു. വ്യത്യസ്തമായ രാജ്യങ്ങൾ, യമനിൽ നിന്ന്, ബസ്രയിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, സിറിയയിൽ നിന്ന്, വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഇമാം മാലിക്കിനെ കാണാൻ വേണ്ടി അന്ന് വരികയും എന്നിട്ട്
അവരൊക്കെ ഇമാം മാലിക്കിൽ നിന്ന് ഹദീസുകളും ഫിഖ്ഹുകളും പഠിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. ഇബ്നു ശിഹാബ് സുഹരി ഇമാം മാലിക്കിന്റെ ഉസ്താദുമാരിൽ പ്രഗത്ഭനായ ഉസ്താദാണ്. ഇമാം ഇബ്നു ശിഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം മദീനയിൽ വന്നപ്പോൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് തന്നെയാണ് ചരിത്രം പറയുന്നത്. ഞങ്ങളടുത്തേക്ക് ഇമാം സുഹരി വന്നു, വമഅന റബീഅ, ഞങ്ങളെ കൂടെ റബീഅ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടു ഉസ്താദുമാരും ഒന്നിച്ചുള്ള സമയമാണ്. അങ്ങനെ ഞങ്ങൾക്ക് അന്ന് അദ്ദേഹം 40 ചില്ലാനം ഹദീസുകൾ അന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നുവെന്നാണ്. 40 ചില ഹദീസുകൾ ഇബ്നു ശിഹാബ് സുഹരി റഹിമഹുല്ലാഹ് അന്ന് പഠിപ്പിച്ചു തന്നു. പിറ്റേന്ന് ക്ലാസ് വന്നപ്പോൾ ഉസ്താദ് ചോദിച്ചു, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഇത്രയും ഹദീസുകൾ പഠിപ്പിച്ചെന്നല്ലോ, അതുകൊണ്ട് അതെല്ലാം തിരിച്ച് ഇങ്ങോട്ട് ചൊല്ലിത്തരാൻ കഴിയുന്ന വല്ലവരുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റബീഅ പറഞ്ഞു, ഞങ്ങൾ കൂടെ ഒരാളുണ്ട്, അദ്ദേഹം അത് ചൊല്ലിത്തരാൻ സാധ്യതയുണ്ട്. ഇബ്നു അബി ആമിർ ഉണ്ട്, അവനത് ചൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയും അങ്ങനെ ഇമാം മാലിക് പറഞ്ഞു, ഞാൻ ഫഹദ്ദസ്തുഹു ബി40 ഹദീസൻ മിൻഹാ, ആ 40 ഹദീസും ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇന്നലെ ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞ ആ 40 ഹദീസുകളും തിരിച്ച് ഇന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഇമാം സുഹരി അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, മാ കുന്തു അറാ അന്നഹു ബഖിയ അഹദുൻ യഹ്ഫദു ഹാദാ വഗൈരി, ഈ ഹദീസെല്ലാം ഹിഫ്ളുള്ള കാണാതെ പഠിക്കുന്ന ആളുകൾ വേറെയുമുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇമാം സുഹരി വലിയ ഹാഫിളാണ്, ലക്ഷക്കണക്കിന് ഹദീസ് പ്രസിദ്ധമായ ധാരാളം ഹദീസ് കാണാതെ പഠിച്ചതാണ് ഇമാം സുഹരി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയാണ്, ഹദീസുകൾ ഹിഫ്ളാക്കുന്ന ആളുകൾ വേറെയുമുണ്ട് എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ഇമാം മാലിക് ആ നിലക്കുള്ള ഒരു അംഗീകാരം നൽകുകയും ചെയ്തതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇമാം മാലിക് ചെറിയ പ്രായം മുതൽ തന്നെ ഹദീസിനോട് വലിയ ബഹുമാനവും അങ്ങേയറ്റം ഒരു സ്നേഹവും ഒരു ഗാംഭീര്യവും എല്ലാം ഹദീസ് അദ്ദേഹം നൽകാറുണ്ടായിരുന്നുവെന്നാണ്. അദ്ദേഹം നടന്നുകൊണ്ട് ഹദീസ് പഠിപ്പിക്കാറില്ല, അതേപോലെ നിന്നുകൊണ്ട് ഹദീസ് പഠിപ്പിക്കാറില്ല, പോകുന്ന വഴിയിൽ ഹദീസുകൾ ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കാറില്ല എന്ന് അത്രയേറെ ഹദീസിനെ ബഹുമാനിക്കുകയും ഹദീസുകളെ മഹത്വം അദ്ദേഹം കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് പോലും ഇമാം മാലിക്കിന്റെ വീട്ടില് ആളുകൾ സംശയം ചോദിക്കാൻ വേണ്ടി വന്നാൽ അവിടെ വന്ന് ഇമാം മാലിക് അന്വേഷിച്ചാൽ അദ്ദേഹം അവിടെയുള്ള സേവകരോട് പറയുമായിരുന്നു, നിങ്ങൾ ചോദിക്കുക, എന്താണ് ആവശ്യം എന്ന്. സംശയം ചോദിക്കാവുന്നതാണോ അതല്ല ഹദീസ് പഠിക്കാവുന്നതാണോ എന്ന് ചോദിക്കുക എന്നാണ്. സംശയം ചോദിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇമാം മാലിക് പുറത്തേക്ക് വരികയും അവിടെ ചോദ്യം കേൾക്കുകയും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അവരെ പറഞ്ഞേക്കുകയും ചെയ്യുമായിരുന്നു. ഹദീസ് പഠിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അങ്ങനെ പറയാറില്ല. ഇരിക്കാൻ പറയും. ഇമാം മാലിക് റഹിമഹുല്ലാഹ് കുളിച്ച് വൃത്തിയായി സുഗന്ധം ഉപയോഗിച്ച് നല്ല വസ്ത്രം ധരിച്ച് വളരെ നല്ല ആദരവോടുകൂടി പ്രത്യേകമായ ഇരിപ്പിടത്തിൽ വന്നിരുന്നു കൊണ്ടാണ് അദ്ദേഹം ഹദീസുകൾ പഠിപ്പിക്കാറുള്ളത്. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഹദീസിന്റെ വിഷയത്തിൽ മാത്രം നിങ്ങൾ ഇങ്ങനെ പ്രത്യേകമായ ശ്രദ്ധ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇമാം മാലിക് പറഞ്ഞ മറുപടി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾക്ക് ഒരു ബഹുമാനമുണ്ട്, എന്നെ കൊണ്ട് ആ ബഹുമാനം നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ്. ആ ഹദീസിന്റെ മഹത്വം, അതിന്റെ ബഹുമാനം ആളുകൾക്ക് മനസ്സിലാവട്ടെ, ആ ഒരു ഉദ്ദേശത്തിലാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആ നിലക്ക് ഹദീസിനോടുള്ള തന്റെ ബഹുമാനത്തെ പ്രകടിപ്പിച്ചത് എന്ന് അദ്ദേഹം തന്നെ അതൊരു കാരണമായി പറയുന്നുണ്ട്. ആ നിലക്ക് ഹദീസിനോട് വലിയ മഹത്വം അദ്ദേഹം കാണിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹദീസിൽ വലിയ പ്രാവീണ്യം നേടുകയും എല്ലാ വിജ്ഞാനങ്ങളും അദ്ദേഹത്തിന് ലഭ്യമാവുകയും അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഫത്വ നൽകാൻ പോലും യോഗ്യനായി മാറുകയും ചെയ്തു. 21 വയസ്സിൽ അദ്ദേഹം ഫത്വ നൽകാൻ ആരംഭിച്ചുവെന്നാണ്. പക്ഷേ അദ്ദേഹത്തെ ഉസ്താദുമാരിൽ 70 ഉസ്താദുമാർ സാക്ഷ്യപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹം ഫത്വക്ക് ഇറങ്ങിയത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ ഉസ്താദുമായി 70 ആളുകൾ സാക്ഷ്യപ്പെടുത്തി നീ ഫത്വ നൽകണം, അതിന് യോഗ്യരായിട്ടുണ്ട് എന്ന് അവരെല്ലാം സാക്ഷ്യപ്പെട്ട ശേഷമല്ലാതെ ഞാൻ ഫത്വ നൽകാൻ ഞാൻ തുനിഞ്ഞിട്ടില്ല. അന്ന് 21 വയസ്സ് പ്രായമാണ് ഇമാം മാലിക്കിനുള്ളത്. അപ്പൊ ആ പ്രായമാകുമ്പോഴേക്ക് ഉസ്താദുമാരിൽ 70 ആളുകൾ അദ്ദേഹത്തെ അംഗീകാരം നൽകുന്ന, അദ്ദേഹം അതിന് യോഗ്യരാണ് എന്ന് അവരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട് എന്നർത്ഥം. അദ്ദേഹത്തിന്റെ കേന്ദ്രം നേരത്തെ സൂചിപ്പിച്ച പോലെ മദീന പള്ളി തന്നെയായിരുന്നു. മദീന പള്ളിയിലാണ് ഇമാം മാലിക് മിക്കവാറും അദ്ദേഹത്തിന്റെ ദർസുകളെല്ലാം കൈകാര്യം ചെയ്തത്. കുറഞ്ഞ കാലത്ത് അദ്ദേഹം അവസാനം പ്രായമായി സുഖമില്ലാതായി മാറിയ സമയത്ത് മാത്രം വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അതല്ലാത്ത കാലം അത്രയും അദ്ദേഹം കാര്യമായി ഹദീസ് പഠിപ്പിച്ചത്, ദീനു പഠിപ്പിച്ചതെല്ലാം മദീന പള്ളിയിൽ വെച്ചായിരുന്നു. നബി തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് റൗളയുടെ ഭാഗത്ത് ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഹദീസുകൾ പഠിപ്പിക്കാറുള്ളത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു
വിധി പറയാനും ഭരണം നടത്താനും മുഷാവറക്കുമെല്ലാം ഉമർ ഖത്താബ് ഇരുന്ന ഒരു ഇരിപ്പിടമുണ്ടായിരുന്നു. ആ സ്ഥലമാണ് ഇമാം മാലിക് റഹിമഹുല്ലാ അതിനു വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്തത്. നബിതങ്ങൾ സാധാരണ പള്ളി ഇത്തികാഫിരിക്കുമ്പോൾ ആ സ്ഥലത്തായിരുന്നു നബിതങ്ങൾ തന്റെ വിരിപ്പ് വിരിച്ച് ഇത്തികാഫിന് വേണ്ടി സെലക്ട് ചെയ്ത സ്ഥലമെന്നാണ് പറയപ്പെടുന്നത്. ആ സ്ഥലം ഇമാം മാലിക് റഹിമഹുല്ലാ തെരഞ്ഞെടുക്കുകയും അവിടെ ഇരുന്നുകൊണ്ട് നബിതങ്ങൾ ഹദീസ് അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മാത്രവുമല്ല, ഓരോ ഹദീസ് അദ്ദേഹം പറയുമ്പോഴും സനദ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയും, മിൻ സ്വാഹിബി ഹാദൽ ഖബ്ർ, ഈ ഖബറിൽ കിടക്കുന്ന ആളിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ഹദീസും. എന്നോട് ഇന്നാള് പറഞ്ഞു, അദ്ദേഹത്തോട് ഇന്നാള് പറഞ്ഞു, അദ്ദേഹം ഇന്നാളോട് നിന്ന് കേട്ടു, അദ്ദേഹം നബിയിൽ നിന്ന് കേട്ടു, ഈ ഖബറിൽ കിടക്കുന്ന ആളിൽ നിന്ന് കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാ ഹദീസ് മിക്കവാറും ഉദ്ധരിച്ചത്. ഹദീസിൽ മിക്കവാറും ഉണ്ടാവുക ഒരു താബിഈ, ഒരു സ്വഹാബി, അല്ലെങ്കിൽ രണ്ട് താബിഈ, ഒരു സ്വഹാബി. ഇതാണ് അദ്ദേഹത്തിന്റെ സനദിൽ മിക്കവാറും ഉണ്ടാവുക. മിക്കവാറും അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകൾ ഒന്ന് ഇബ്നു ഉമറിൽ നിന്നാണ്. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഉമർ ഖത്താബിന്റെ മകൻ ഇബ്നു ഉമറിൽ നിന്ന് അത് കേട്ടതാവട്ടെ ഇബ്നു ഉമറിന്റെ മൗലയായ നാഫി ആണ്. നാഫി ആവട്ടെ ഇമാം മാലിക്കിന്റെ ഗുരുനാഥനുമാണ്. അതുകൊണ്ട് പല ഹദീസും ഇമാം മാലിക് ഉദ്ധരിക്കുക, എന്നോട് നാഫി പറഞ്ഞു, നാഫി ഇബ്നു ഉമർ നിന്ന് കേട്ടു, ഇബ്നു ഉമർ നബിയിൽ നിന്ന് കേട്ടു. അപ്പൊ നബിക്കും ഇമാം മാലിക്കിനും ഇടയിൽ രണ്ടാളുകൾ, ഒന്ന് സ്വഹാബിയാണ്, ഒന്ന് ആ സ്വഹാബിയുടെ മൗലയായിരുന്ന നാഫി ആണ്. ഇമാം മാലിക്കിന്റെ സനദിൽ അധികം അങ്ങനെയാണ് വരിക. ഇബ്നു ഉമറിന്റെ ഹദീസുകളെല്ലാം അദ്ദേഹം കിട്ടിയത് നാഫി വഴിയാണ്. ആ നിലക്ക് രണ്ടാളുകൾ അല്ലെങ്കിൽ മൂന്നാളുകൾ, ഇതാണ് ഇമാം മാലിക്കിന്റെ ഹദീസിൽ മിക്കവാറും സനദിൽ വരാറുള്ളത്. ആ രണ്ടിൽ ഒന്ന് സ്വഹാബിയായിരിക്കും. അപ്പൊ ഒരു സ്വഹാബി പിന്നെ താബിഈ. ഇമാം മാലിക് പിന്നെ താബിഈ പിന്നെ സ്വഹാബി, അല്ലെങ്കിൽ ഇമാം മാലിക് ഒരു സ്വഹാബി ഒരു താബിഈ, അല്ലെങ്കിൽ ഇമാം മാലിക് ഒരു താബിഈ മറ്റു താബിഈ പിന്നെ സ്വഹാബി. ഇതാണ് അദ്ദേഹത്തെ ഹദീസുകളിൽ മിക്കവാറും വരാറുള്ളത്. ആ നിലയ്ക്ക് ഹദീസുമായി ഏറെ ബന്ധമുള്ള, നബിയുമായി കൂടുതൽ അടുത്ത് ഇടപഴകാൻ അഥവാ സാധിച്ച സ്വഹാബത്തിനോ ആ സ്വഹാബത്തിന്റെ ശിഷ്യന്മാരോടോ ഒക്കെയുള്ള ഒരു ബന്ധം, ഒരു സുഹബത്ത് അദ്ദേഹത്തിന് ലഭിച്ചു എന്നർത്ഥം. അത് മിക്കവാറും കാലം മദീന പള്ളിയിൽ ആ പ്രത്യേക സീറ്റിൽ നിന്നുകൊണ്ടാണ് ഹദീസുകൾ പഠിപ്പിച്ചത്. ഇടക്കാലത്ത് രാഷ്ട്രീയമായ ചില കലാപങ്ങൾ ഉണ്ടാവുകയും ഭരണമാറ്റം അമവിയ ഖിലാഫത്ത് കഴിഞ്ഞ് അബ്ബാസി ഖിലാഫത്തിലേക്ക് മാറുന്ന ആ ഒരു ടേമിലാണ് ഇമാം മാലിക് റഹിമഹുല്ലാ ചില പരീക്ഷണങ്ങൾക്ക് വിധേയമായത്. അമവി കാലത്തും അബ്ബാസി കാലത്തും ഇമാം മാലിക് റഹിമഹുല്ലാക്ക് ജീവിക്കാൻ സാഹചര്യമുണ്ടായി. അങ്ങനെ അമവി കാലഘട്ടം കഴിഞ്ഞ് അബ്ബാസി കാലഘട്ടം വരുന്ന ആ ടേമിൽ ചില രാഷ്ട്രീയമായ കലാപങ്ങൾ ഉണ്ടാവുകയും അതിന്റെ പേരിൽ ഇമാം മാലിക് റഹിമഹുല്ലാ ചില പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക് ചില ഫത്വകൾ തെറ്റായി അവിടെ വ്യാഖ്യാനിക്കപ്പെടുകയും ഭരണാധികാരിക്കെതിരായിക്കൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലാ നിലപാടെടുത്തു എന്ന് വരെ അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കപ്പെടുകയും അതിന്റെ പേരിൽ ഇമാം മാലിക് റഹിമഹുല്ലയെ പിടികൂടപ്പെടുകയും ശക്തമായ പീഡനങ്ങൾക്ക് അദ്ദേഹം ഇരയാവുകയും ചെയ്ത ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. മദീനയിലെ ഗവർണർ അന്ന് ഇമാം മാലിക് റഹിമഹുല്ലയെ വിളിപ്പിക്കുകയും ഈ വിഷയത്തിൽ ഇനി നിങ്ങൾ ഫത്വ കൊടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് ചില ആ നിലക്കുള്ള കൽപ്പനകൾ പുറപ്പെടുവിക്കുകയും ഇമാം മാലിക് റഹിമഹുല്ലാഹ് തന്റെ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് താൻ പഠിച്ചത് പ്രകാരം അദ്ദേഹം മുന്നോട്ട് പോവുകയും അതിന്റെ പേരിൽ അദ്ദേഹത്തെ പിടികൂടി ശക്തമായ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും അങ്ങനെ അദ്ദേഹത്തെ അടികിട്ടി അടിയുടെ കാരണമായി തന്റെ കൈകൾ പോലും സ്ഥാനം തെറ്റി കൈകൾ തൂങ്ങുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. ആ ഒരു സമയത്ത് കുറഞ്ഞ കാലത്തേക്ക് മദീന പള്ളിയിലെ ദർസുകൾ പോലും അദ്ദേഹത്തിന് നിർത്തേണ്ടി വന്നു. എന്നാൽ പിന്നീട് അത് പുനഃസ്ഥാപിക്കപ്പെട്ടു. അതിനുശേഷം അന്നത്തെ അബ്ബാസി ഖലീഫ ഇമാം മാലിക്കിനെ തന്നെ നേരെ വന്ന് കാണുകയും ഈ സംഭവിച്ചതെല്ലാം മാപ്പ് ചോദിക്കുകയും ഇമാം മാലിക്കിന് എല്ലാ അംഗീകാരങ്ങളും എല്ലാ ആദരവുകളും പിന്നീട് അവർ വകവെച്ചു കൊടുക്കുകയും ചെയ്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവസാന കാലത്ത് അദ്ദേഹത്തിന് അസുഖമുണ്ടായി. ആ അസുഖത്തിന്റെ കാരണമായി അദ്ദേഹം മദീന പള്ളിയിലെ ദർസ് നിർത്തിവെച്ചു. എന്താണ് അസുഖം എന്ന് അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല. രോഗം എന്താ പറഞ്ഞില്ല. പക്ഷേ മദീന പള്ളി ദർസ് അദ്ദേഹം നിർത്തിവെച്ചു. വീട്ടിലേക്ക് മാറ്റി ക്ലാസ് മുഴുവനും. പിന്നെ സ്ഥിരമായി ക്ലാസ് വീട്ടിലായിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ദിവസം തലേന്ന് രാത്രി അദ്ദേഹത്തെ കാണാൻ വന്ന ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞു, എന്റെ രോഗം ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല, മൂത്രവാർച്ചയുടെ പ്രയാസം എനിക്കുണ്ട്, അതുകൊണ്ട് ഉദു ചെയ്താൽ എന്റെ ഉദു നിൽക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നബിതങ്ങളുടെ പള്ളിയിൽ വന്ന് കൂടാൻ എനിക്ക് താല്പര്യമില്ല. ഉദു ഇല്ലാത്തൊരവസ്ഥയിൽ നബിതങ്ങളുടെ പള്ളിയിൽ വന്ന് കൂടുക എന്നുള്ളത് എനിക്ക് വലിയ പ്രയാസമായി. എന്നാൽ എന്റെ രോഗം ഒരാളെ അറിയിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. കാരണം
പടച്ചറപ്പ് തന്ന ഒരു കാര്യത്തിൽ അടിമകളോട് പടപ്പുകളോട് അതേക്കുറിച്ച് പറയേണ്ടതില്ല, അത് പരാതി പറയലായി മാറുമോ എന്ന പേടിയുമുള്ളതിനാൽ ഞാനത് പറയാതിരുന്നതാണ്. ഇനി രോഗം ഇന്നതാണ് എന്ന് അദ്ദേഹം അന്ന് രാത്രി പറയുകയും പിറ്റേന്ന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തുവെന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആ ഒരു സമയത്ത് അദ്ദേഹം മദീന പള്ളിയിൽ ക്ലാസ് നിർത്തിവെച്ചു എന്ന് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അദ്ദേഹം മദീന പള്ളിയിൽ തന്നെയാണ് കഴിച്ചു കൂട്ടിയത്. എന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ വല്ലാത്തൊരു ഗാംഭീര്യം അവിടെ പ്രകടമാകുമായിരുന്നതാണ്. ഒരാളും ഒരു അപശബ്ദം പോലുമില്ല, സംസാരങ്ങളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാൻ പോലും അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല. പ്രത്യേകിച്ച് ഹദീസ് പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ. ഹദീസ് പഠിപ്പിക്കുമ്പോൾ അനാവശ്യമായ സംസാരങ്ങളോ അനാവശ്യമായ ചലനങ്ങളോ കണ്ടാൽ അദ്ദേഹം വലിയ ഗൗരവമായി അതിനെ അദ്ദേഹം കാണുകയും ശക്തമായ താക്കീതുകൾ അദ്ദേഹം നൽകുകയും ചെയ്യുമായിരുന്നു എന്ന് കാണാൻ കഴിയും. ഹദീസിനുള്ള ബഹുമാനം അത്രയേറെ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചു. ശിഷ്യന്മാരിൽ ക്ലാസ് വരുന്ന ആളുകളിൽ ആ ബഹുമാനം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം വലിയ ശ്രദ്ധ നൽകുകയും ചെയ്തു എന്ന് കാണാം. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് ഇമാം മാലിക്കിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ഇമാം മാലിക്കിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്. ഒരിക്കൽ ഇബ്നു മുബാറക് പറയാണ്, കുന്തു ഇൻദ മാലിക്കിൻ ഓ യുഹദ്ദിസുനാ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഒരിക്കൽ ഇമാം മാലിക്കിന്റെ കൂടെ ഉണ്ടായി. ഇമാം മാലിക് ഹദീസ് പഠിപ്പിക്കുമ്പോൾ നബിയുടെ ഹദീസ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് ആ സദസ്സിൽ ഞാനുമുണ്ട്. ആ സമയത്ത് ഇമാം മാലിക്കിന്റെ നിറമാകെ മാറുന്നതായി ഞാൻ കണ്ടു. പക്ഷെ അദ്ദേഹം ആ ക്ലാസ് നിർത്തിയില്ല. ഹദീസ് അവസാനിപ്പിച്ച വലിയ എന്തോ ഒരു അസ്വസ്ഥത അതിന് മുഖത്ത് പ്രകടമായി. അത് നിറം മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. എന്നിട്ടും അദ്ദേഹം ഹദീസ് പഠനം അവസാനിപ്പിക്കാതെ അദ്ദേഹം അത് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും പോയപ്പോൾ ഞാൻ ചെന്നു ചോദിച്ചു, യാ അബാ അബ്ദില്ലാ യഖറഅതു യൗമ മിൻക അജബ, എന്തു പറ്റി? ഇതൊരു അത്ഭുതമായ ഒരു അവസ്ഥ ഞാൻ കണ്ടുവല്ലോ, എന്താ സംഭവിച്ചത്? അപ്പൊ നോക്കുമ്പോൾ ഇമാം മാലിക്കിന്റെ കാലിൽ ഒരു തേള് കുത്തിയിരിക്കും. ആ തേള് കുത്തി എന്ന് മാത്രമല്ല, ഇബ്നു മുബാറക് പറയുന്നു 16 കുത്ത് ആ തേള് അദ്ദേഹത്തെ കുത്തിയിട്ടുണ്ട്. അതാണ് ആ ഭാവമാറ്റം വന്നത്. എന്നിട്ട് പോലും നബി ഞങ്ങളെ ഹദീസ് പഠിപ്പിക്കുന്നത് നിർത്തിവെക്കാൻ, ആ ഹദീസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. എല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോഴാണ് ഇദ്ദേഹം ചോദിക്കുമ്പോഴാണ് ഇത് കാണിച്ചു കൊടുക്കുമ്പോ ഇതാണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം കാരണം ഇന്നമാ സബർതു ഇജ്ലാലൻ ലിഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ക്ഷമിച്ചത് ഇജ്ലാലൻ ലിഹദീസ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുള്ള മഹത്വം കാരണമാണ് ഞാൻ ആ ക്ഷമ കൈക്കൊണ്ടതാണ്. തേള് കുത്തി അത്രയേറെ വേദന കൊണ്ട് പൊളയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും ഹദീസ് നിർത്തിവെക്കുന്നത് ശരിയല്ല. നബിയുടെ ഹദീസല്ലേ പഠിപ്പിക്കുന്നത്, അത് നിർത്തിവെക്കുന്നത് ശരിയല്ല. ആ ഹദീസിലുള്ള സ്നേഹവും അയാളുടെ ബഹുമാനവും കാരണം ഞാൻ ക്ഷമിച്ചതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായത് എന്നാണ്. അത്രയേറെ ഹദീസിനെ ബഹുമാനിച്ച, ഹദീസിന്റെ മഹത്വം ജീവിതത്തിൽ പാലിച്ചവരായിരുന്നു ഇമാം മാലിക് റഹിമഹുല്ലാഹ് എന്നർത്ഥം. ഫത്വകൾ നൽകുന്നിടത്ത് വലിയ സൂക്ഷ്മത അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അദ്ദേഹം ഏറെ ഭയപ്പെടുമായിരുന്നുവെന്നാണ്. അത്രയും ബോധ്യമുള്ള ചോദ്യമാണെങ്കിൽ മാത്രമേ അദ്ദേഹം ഉത്തരം പറയാറുള്ളൂ. അല്ലെങ്കിലൊക്കെ ലാ അദ്രി, എനിക്കറിയില്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഒരു മടിയുമില്ലാതെ അദ്ദേഹം ധാരാളമായി അദ്ദേഹം പറയും. തന്റെ സദസ്സിൽ ചോദ്യങ്ങൾ വരുമ്പോൾ പല ചോദ്യങ്ങൾക്കും ഇമാം മാലിക് മറുപടി ലാ അദ്രി, എനിക്കറിയില്ല എന്നായിരുന്നു. എത്രയേറെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ചോദിച്ച ചോദ്യങ്ങളുടെ 2/3 പലപ്പോഴും ഉസ്താദ് ലാ അദ്രി എന്ന് പറയാറുണ്ട്. ഒരിക്കലും ഇമാം മാലിക് ചോദിക്കുന്നുണ്ട്, ലജ്ജയില്ലേ നിങ്ങൾക്ക് ഇത്ര വലിയ ഒരു ആലിമായിട്ട്, ഒരു മഹാപണ്ഡിതനായിട്ട് ലാ അദ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇമാം മാലിക് പറഞ്ഞ മറുപടി കാണാം, ഞാൻ എന്ത് ലജ്ജിക്കണം, മലക്കുകൾ പറഞ്ഞ മറുപടിയാണല്ലോ അത്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ എന്ന് മലക്കുകൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ലജ്ജിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചുവെന്നാണ്. അദ്ദേഹം പറയുമായിരുന്നു, നമ്മുടെ ആളുകൾക്ക് ലാ അദ്രി എന്ന് പറയാൻ നമ്മൾ പഠിപ്പിക്കണമെന്ന് ഇമാം മാലിക് സാധാരണ പറയുമായിരുന്നു. അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് പറയാൻ നമ്മൾ പഠിപ്പിക്കണം, അതൊരു അസുരായിക്കൊണ്ട് പഠിപ്പിക്കണം എന്നൊക്കെ ഇമാം മാലിക് റഹിമഹുല്ലാഹ് സ്ഥിരമായി പറയുമായിരുന്നു. മാത്രമല്ല ഒരു മറുപടി പറഞ്ഞാൽ അദ്ദേഹം ഉടനെ പറയുമായിരുന്നു, ഇന്നമാ അന ബശറുൻ ഉഖ്തി വ ഉസീബ്, ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്, എനിക്ക് തെറ്റുപറ്റാം, ശരി പ്രാപിക്കാം. ഫൻദുറു ഫീ റഅയി ഫകുല്ലു മാ വാഫഖ കിതാബ വസുന്ന ഫഖുദൂ ബിഹി വമാ ലം യുവാഫിഖ കിതാബ വസുന്നത ഫത്റുകൂഹു, ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്, തെറ്റുപറ്റാം, ശരിയിലേക്ക് എത്തിപ്പെടാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത് കിതാബും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്.
കിതാബുകളും സുന്നത്തോടും യോജിക്കുന്നതാണോ ഞാൻ പറഞ്ഞത് എങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. അതല്ല കിതാബുകളും സുന്നത്തോടും എതിരായ വല്ലതും എന്റെ അഭിപ്രായങ്ങൾ കണ്ടാൽ ഫത്റുകൂഹു, എന്റെ അഭിപ്രായം നിങ്ങൾ തള്ളിക്കളയണമെന്ന് വരെ അദ്ദേഹം പറയുമായിരുന്നു എന്ന് കാണാൻ കഴിയും. മാത്രവുമല്ല അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, എനിക്ക് ഒരു ബോധ്യവുമില്ല, ഒരു ഉറപ്പുമില്ല, എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തിന്റെ ഭാഗം അദ്ദേഹം ധാരാളമായി ഉദ്ധരിക്കാറുണ്ട് എന്നാണ്. ഇതെന്റെ ധാരണ മാത്രമാണ്, ഉറപ്പില്ല എന്ന ആശയമുള്ള ആയത്തിന്റെ ഭാഗം അദ്ദേഹം ധാരാളമായി അദ്ദേഹം ഉപയോഗിക്കുകയും തന്റെ ക്ലാസുകളിൽ, സംസാരങ്ങളിൽ, ഫത്വകളിൽ എല്ലാം അദ്ദേഹം ധാരാളമായി അത് പറയുകയും ചെയ്യുമായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. അദ്ദേഹം സ്വഭാവ രംഗത്ത്, ഇബാദത്തിൽ, സൂക്ഷ്മതയിൽ എല്ലാം വലിയ ഒരു മാതൃകയായി വളർന്നവരാണ് അദ്ദേഹം. നേരത്തെ പറഞ്ഞു നമ്മൾ ഹിഫ്ദിന്റെ കാര്യം, പെട്ടെന്ന് കാര്യങ്ങൾ ഹിഫ്ദാക്കാനുള്ള ഒരു ശേഷി റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേ ദിവസം തന്നെ 100, 150, 200 ഹദീസുകൾ വരെ ഹിഫ്ദാക്കാനും അത് ഒട്ടും നഷ്ടപ്പെടാത്ത വിധം അതേപടി തന്നെ വീണ്ടും പറഞ്ഞു കൊടുക്കാനും എല്ലാമുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതേപോലെ വലിയ ക്ഷമയായിരുന്നു ഇമാം മാലിക് എന്നാണ്. എത്ര പ്രയാസങ്ങൾ വന്നാലും, എന്തെല്ലാം ബുദ്ധിമുട്ടും പരീക്ഷണങ്ങൾ വന്നാലും അതിനെല്ലാം അദ്ദേഹം ഏറെ ക്ഷമിച്ചുകൊണ്ട് മാതൃക കാണിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിൽ വലിയ ദാരിദ്ര്യമായി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി, അന്ന് ജീവിതമാർഗം പ്രയാസമാണ്, അന്ന് പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ല, എന്നിട്ടും ആ പട്ടിണിയും ബുദ്ധിമുട്ടും ദാരിദ്ര്യമുള്ള സമയത്ത് തന്നെ അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചിരുന്നു. പലപ്പോഴും അന്നത്തെ ശക്തമായ തണുപ്പിൽ അദ്ദേഹത്തിന് രക്ഷക്കായി പലപ്പോഴും വേണ്ടത്ര വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്നാലും അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹം ദീനു പഠിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അവസാനം അദ്ദേഹത്തിന് ദാരിദ്ര്യം കാരണം വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് ചില മരക്കഷ്ണങ്ങൾ പൊളിഞ്ഞു വീണപ്പോൾ അതുപോലും കൊണ്ടുപോയി വിറ്റിട്ട് അദ്ദേഹം തന്റെ ജീവിതമാർഗം കണ്ടെത്തിയതൊക്കെ അദ്ദേഹത്തെ ആദ്യകാലങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അല്ലാഹു തആല വലിയ നിഅമത്തുകൾ നൽകി അദ്ദേഹം പഠിച്ചു വളർന്നു വലിയ ആലിമായി മാറിയപ്പോ രാജാക്കന്മാർ വരെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന, വലിയ വലിയ ഭരണാധികാരികൾ പോലും അദ്ദേഹത്തെ കാണാൻ വരുന്ന, അങ്ങനെ അദ്ദേഹത്തിന്റെ കട്ടപ്പാടൊക്കെ മാറി നല്ല സാമ്പത്തിക സാഹചര്യം ഉണ്ടായ ഒരു അവസ്ഥയും ജീവിതത്തെ അവസാന കാലത്ത് ഉണ്ടായി. അതെല്ലാം അദ്ദേഹം അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും തന്റെ ശിഷ്യന്മാർക്ക്, മതവിദ്യാർത്ഥികൾക്ക് ദീനു പഠിക്കാൻ ലോകത്ത് പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്കെല്ലാം അദ്ദേഹം ധാരാളമായി സ്വതക്കയായി, ഹദിയായി എല്ലാം അദ്ദേഹം പണം നൽകുകയും അതേപോലെ ഉള്ളതനുസരിച്ച് അദ്ദേഹം മാന്യമായി ജീവിക്കുകയും ചെയ്തുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, റബ്ബ് തന്ന നിഅമത്ത് അത് ജീവിതത്തിൽ കാണലാണ് ഏറ്റവും ഖൈർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നല്ല വസ്ത്രം ധരിക്കും. അതേപോലെ അത്യാവശ്യം നല്ല മാന്യമായ ജീവിത രീതി അദ്ദേഹം സ്വീകരിക്കുമായിരുന്നുവെന്നാണ്. ഉണ്ടായപ്പോ അദ്ദേഹം അതിൽ പിശുക്ക് കാണിച്ചിട്ട് അർത്ഥം, ഇല്ലാത്തപ്പോഴോ ഇല്ലാത്ത പോലെ ആ ദാരിദ്ര്യത്തിൽ അതനുസരിച്ച് അദ്ദേഹം ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം ചെറിയ കച്ചവടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കാണാൻ കഴിയുന്നു. അദ്ദേഹം അതിൽ അധികമൊന്നും വ്യാപൃതമാവാറില്ലെങ്കിലും അദ്ദേഹം ചില മൂലധനം ഇറക്കി കച്ചവടങ്ങൾ നിർവഹിക്കുകയും ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം അദ്ദേഹത്തിന്റെ ജീവിത മാർഗത്തിലുള്ള വഴിയായി അദ്ദേഹം സ്വീകരിക്കുകയും, സാധാരണ അദ്ദേഹത്തിന്റെ ജീവിത മാർഗമെന്നത്, വരുമാന മാർഗമെന്നത് ആ കച്ചവടങ്ങളായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല കാണുന്ന എല്ലാവർക്കും അദ്ദേഹത്തെ പറ്റി വല്ലാത്തൊരു മതിപ്പും വല്ലാത്തൊരു ബഹുമാനവും ഒക്കെ ഉണ്ടാകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ, അദ്ദേഹത്തിന്റെ അറിവും അദ്ദേഹത്തിന്റെ ഇബാദത്തും സൂക്ഷ്മതയും എല്ലാം. കാരണം അദ്ദേഹത്തിന്റെ സദസ്സുകളിൽ ആ ഒരു ഗാംഭീര്യം, അദ്ദേഹത്തിന്റെ ദർസുകൾ, ക്ലാസുകൾ ആ അറിവിൻ്റെതായ ഗൗരവം, ഗാംഭീര്യം മുറ്റി നിൽക്കുന്ന ദർസുകളായിരുന്നു. അദ്ദേഹത്തിന്റെ ദർസിൽ സംസാരിക്കാൻ പോലും ആരും ധൈര്യപ്പെടാറില്ല, അനാവശ്യ വർത്തമാനങ്ങളില്ല, ചിരിയും കളിയും ഇല്ല, ആ നിൽക്കുന്ന ഒന്നുമില്ലാതെ വലിയ ഗൗരവവും ആ ഗാംഭീര്യവും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ക്ലാസുകൾ പലപ്പോഴും ഉണ്ടായിരുന്നത്. ഭരണാധികാരികൾ പോലും, രാജാക്കന്മാരെ പോലും വന്നാലും ആ സദസ്സിലിരിക്കുക എന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ പ്രത്യേകമായ ബഹുമാനം കൽപ്പിച്ച് രാജാക്കന്മാരെ പിന്നാലെ കൂടി ആ വക ശൈലിയൊന്നും മാലിക് റഹിമഹുല്ലാഹ് സ്വീകരിച്ചിരുന്നില്ല. ഭരണാധികാരികൾ തന്നെയും പലപ്പോഴും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല അദ്ദേഹം ധാരാളമായി ദർസുകൾ നടത്തി. കിതാബുകൾ അധികമൊന്നും എഴുതിയിട്ടില്ല. അന്നത്തെ കാലത്ത് അങ്ങനെ രചന അധികം വ്യാപകമായിട്ടില്ല എങ്കിലും അത് ഏറ്റവും വിശ്വപ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം. ഹദീസ് രംഗത്ത് ഹദീസുകളെ മുഴുവൻ ക്രോഡീകരിച്ച ഒന്നാമത്തെ കിതാബ് കൂടി ഇമാം മാലിക്കിന്റെ അൽ മുവത്തയാണ്.
ബുഖാരി മുസ്ലിം എല്ലാം പിന്നീടാണ് വരുന്നത്. അതിനു മുമ്പ് ഹദീസിന്റെ ക്രോഡീകരണം മൊത്തം നബി തങ്ങളുടെ ഹദീസുകൾ, സ്വഹാബത്തിന്റെ അധ്യാപനങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേവലം ഒരു ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്നത് മാത്രമല്ല, ആ ഹദീസിന്റെ വിജ്ഞാനങ്ങളെ കൂടി മനസ്സിലാക്കി, അതിലെ കർമ്മശാസ്ത്രം കൂടി മനസ്സിലാക്കി എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കിതാബാണ് അൽ മുവത്ത. അന്നത്തെ ഭരണാധികാരിയുടെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അൽ മുവത്ത എന്ന ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നത്. അതേക്കുറിച്ച് ധാരാളമായി പണ്ഡിതന്മാർ മഹത്വം പറഞ്ഞു. അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ ഇമാം മാലിക്കിന്റെ മുവത്തയേക്കാൾ ഏറെ ഏറ്റവും അത്രയും സ്വീകാര്യോഗ്യമായ മറ്റൊരു ഗ്രന്ഥം എനിക്കറിയില്ല എന്ന് ഇമാം ഷാഫിയൊക്കെ പറഞ്ഞതായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. കാരണം അന്ന് സ്വഹീഹ് ബുഖാരി ഇല്ല, അന്ന് സ്വഹീഹ് മുസ്ലിം ഇല്ല. അതിനു മുമ്പ് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വീകാര്യോഗ്യമായ ഗ്രന്ഥം മുവത്തയാണ് എന്നാണ് മുവത്തയെ കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നത്. അതിൽ ധാരാളം ഹദീസുകളും കർമ്മശാസ്ത്ര മസലകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം മുവത്ത എന്ന ഗ്രന്ഥം അദ്ദേഹം രചിക്കുന്നത്. ധാരാളം പണ്ഡിതന്മാർ മുവത്ത ഹിഫ്ളാക്കുകയും മുവത്ത പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അതിന് വ്യാഖ്യാനം എഴുതുകയും ധാരാളം അനുബന്ധ ഗ്രന്ഥങ്ങൾ മുവത്തയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുവത്തയുടെ സനദുകളെ പറ്റിയുള്ള പഠനമുണ്ട്. മുവത്തയിൽ ഉദ്ധരിക്കപ്പെട്ട ഓരോ റിപ്പോർട്ടർമാരെയും കുറിച്ചുള്ള പ്രത്യേകമായ പഠനമുണ്ട്. മുവത്തയിൽ വന്ന കർമ്മശാസ്ത്ര മസലകളെ പറ്റിയുള്ള പഠനമുണ്ട്. മുവത്ത എന്ന കിതാബിന് ശറഹായി അതിവ്യാഖ്യാനമായി രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാർ മുവത്തയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ സേവനങ്ങൾ പിന്നീട് ചെയ്തതായി കാണാൻ കഴിയും. അതിന് പുറമെ ചില കൃതികൾ കൂടി ഇമാം മാലിക്കിനുണ്ട്. ഒരു വേള മുവത്തയെ പോലെ അത്ര പ്രചാരം കിട്ടുന്നതല്ല എങ്കിലും വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചെറുതും വലുതുമായ ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചതായി കാണാൻ കഴിയും. അദ്ദേഹം ഖദാ വിഷയത്തിൽ ഖദരികൾക്ക് ഖണ്ഡനമായി കൊണ്ട് അദ്ദേഹം പ്രത്യേകമായ ഗ്രന്ഥം എഴുതായി കാണാൻ കഴിയും. അതേപോലെ വ്യത്യസ്തമായ മേഖലകളിൽ അങ്ങനെയുള്ള നിർദ്ദേശം നൽകേണ്ട സന്ദർഭങ്ങളിൽ അദ്ദേഹം അതിന് ചില റിസാലകൾ, ചില കത്തുകൾ പോലെ ചില റിസാലകൾ അദ്ദേഹം എഴുതുകയും ഓരോരുത്തർക്ക് പ്രത്യേകമായി അത് അയച്ചു കൊടുക്കുകയും ചെയ്തൊക്കെ കാണാൻ പറ്റും. ഫത്വയെ കുറിച്ച്, ഖദാഇനെ കുറിച്ച് എല്ലാമുള്ള അദ്ദേഹത്തിന്റെ റിസാലകൾ പ്രസിദ്ധമായതാണ്. അദ്ദേഹത്തിന്റെ അദബുകൾ, ഉപദേശങ്ങൾ പ്രത്യേകം പ്രസിദ്ധമാണ്. ഫത്വകൾ പിന്നീട് ക്രോഡീകരിച്ച് കാണാൻ കഴിയും. 70,000 മസലകൾ ഇമാം മാലിക് റഹിമഹുല്ലാഹ് വന്ന ചോദ്യങ്ങൾ അദ്ദേഹം മറുപടികളായി പിന്നീട് ക്രോഡീകരിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ചരിത്രത്തിൽ ഇമാം മാലിക്കിന് ഒരു ഗ്രന്ഥമുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അതൊക്കെ അങ്ങനെ വ്യാപകമായി മുവത്തയെ പോലെ ഉപയോഗിക്കപ്പെട്ടതോ അത്രയേറെ സ്വീകാര്യത ലഭിച്ചതോ ആയ ഗ്രന്ഥങ്ങളെല്ലാം ഏറ്റവും സ്വീകാര്യത ലഭിച്ചത് അദ്ദേഹത്തിന്റെ മുവത്ത എന്ന ഗ്രന്ഥമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം അദ്ദേഹം ധാരാളമായ ഉപദേശങ്ങൾ അദ്ദേഹം നൽകുകയും കൂടെയുള്ള ശിഷ്യന്മാർക്കും അന്നത്തെ പണ്ഡിതന്മാർക്കുമെല്ലാം ഒട്ടനവധി കാഴ്ചപ്പാട് ലഭിക്കാവുന്ന നല്ല നല്ല ഉപദേശങ്ങൾ അദ്ദേഹം നൽകിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദുനിയാവിന്റെ നശ്വരത, പാരത്രികമായ വിഷയങ്ങൾ, അതിലെല്ലാമുള്ള നല്ല ഉത്ബോധനങ്ങൾ അദ്ദേഹം നൽകിയതായി ഇമാം മാലിക്കിന്റെ വചനങ്ങൾ എന്ന പേരിൽ ഉദ്ധരിക്കപ്പെടുന്ന ധാരാളം വചനങ്ങൾ ഉണ്ട്. അതേപോലെ ഉസ്താദുമാർ നേരത്തെ പറഞ്ഞ പോലെ 900 ഉസ്താദുമാരിൽ ദീനു പഠിക്കാൻ ഇമാം മാലിക്കിന് അവസരം കിട്ടി. ധാരാളം ശിഷ്യന്മാരും ഉണ്ടായി. അദ്ദേഹം കർമ്മശാസ്ത്രത്തിൽ അദ്ദേഹം പ്രത്യേകം സ്വീകരിച്ച രീതിയാണ് പിന്നീട് മാലിക്കി മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെട്ട് പോന്നിട്ടുള്ളത്. മദീനയിലാണ് മാലിക്കി മദ്ഹബ് ആദ്യം പ്രചരിച്ചത്. മറ്റു മദ്ഹബുകളെ അപേക്ഷിച്ച് മാലിക്കി മദ്ഹബിന്റെ സവിശേഷത, മാലിക്കി മദ്ഹബിൽ ആദ്യം തന്നെ കർമ്മശാസ്ത്ര നിദാനശാസ്ത്രങ്ങൾ അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. ഷാഫി മദ്ഹബിൽ നിദാനശാസ്ത്രം ആദ്യം ക്രോഡീകരിക്കപ്പെട്ടു. അതിൽ നിന്ന് പിന്നീട് അതിന്റെ വിശദമായ ഫുറൂഇയാത്ത്, അതിന്റെ ശാഖകൾ, മസലകൾ പിന്നീട് കണ്ടെത്തുന്ന ശൈലിയാണ് ഷാഫി മദ്ഹബിൽ ഉള്ളത്. എന്നാൽ മാലിക്കി മദ്ഹബിൽ, ഹനഫി മദ്ഹബിലൊക്കെ തിരിച്ചാണ്. അവിടെ നിദാനശാസ്ത്രങ്ങൾ, ഉസൂൽ ഫിഖ് ആദ്യം ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് കൃത്യമായ ഉസൂലിൽ നിന്നുകൊണ്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഫത്വകൾ നൽകി. ആ ഫത്വകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ അധ്യാപകരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് പിന്നീട് ഉസൂലുകൾ കണ്ടെത്തി അത് ക്രോഡീകരിക്കുന്ന രീതിയാണ് മാലിക്കി മദ്ഹബിലും ഹനഫി മദ്ഹബിലും കാണാൻ സാധിക്കുക. മാലിക് ഷാഫിയിലും ഹംബലിയും തിരിച്ചാണ്. അസ്ൽ ആദ്യമുണ്ടായി, അസ്ലിന്റെ ഫർഉകൾ പിന്നീടുണ്ടായി വന്നു. മാലിക്കി മദ്ഹബിൽ അസ്ലാദ്യം ഉണ്ടായിട്ടില്ല, പക്ഷെ അസ്ലായി പഠിപ്പിക്കുകയോ അസ്ൽ ക്രോഡീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഫുറൂഇയാത്താണ് പഠിപ്പിക്കപ്പെട്ടത്. ആ മസ്അലകൾ മുമ്പിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് അസ്ലുകളെ, നിദാനശാസ്ത്രങ്ങളെ മനസ്സിലാക്കിയെടുത്ത് ശിഷ്യന്മാരോ ശേഷം വന്നവരോ ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്, കർമ്മശാസ്ത്ര രംഗത്ത് അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിന് പിന്നെ ഉസൂലുകൾ പിന്നീട് ക്രോഡീകരിക്കപ്പെടുകയും ചെയ്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്.
മാലിക്കി മദ്ഹബ് എന്ന പേരിൽ കർമ്മശാസ്ത്ര രംഗത്ത് ആദ്യമായി ആ മദ്ഹബ് പ്രചരിച്ചത് മദീനയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു. പിന്നീട് 400 അത് ഏതാണ്ട് ഇല്ലാതായി മാറി എന്ന് കാണാൻ കഴിയും. അതുപോലെ മറ്റു വ്യത്യസ്തമായ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ഈജിപ്ത്, അതേപോലെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾ, മൊറോക്കോ, അവിടെയെല്ലാം മാലിക്കി മദ്ഹബാണ് കൂടുതൽ പ്രചാരം ലഭിച്ചിട്ടുള്ളത്. അതിൽ മിസ്രിൽ പിന്നീട് ഷാഫി മദ്ഹബിന് പ്രചാരം കിട്ടി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഈജിപ്ത് സ്വദേശമായി സ്വീകരിക്കുകയും ആ ഈജിപ്തിൽ മിസ്രിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി വന്നുകൂടുകയും അവസാനത്തെ 5 കൊല്ലം അതേ മിസ്രിൽ തന്നെ വന്ന് താമസമാക്കുകയും മിസ്രിൽ മരിക്കുകയും ആ മിസ്രിൽ തന്നെ മറമാടപ്പെടുകയും ചെയ്തുകൊണ്ട് ഇമാം ഷാഫിയിൽ നിന്ന് ദീനു പഠിച്ച, ഇമാം ഷാഫിയിൽ ഫിഖ് പഠിച്ച കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് പിന്നീട് മിസ്രിൽ അവിടെ ഫിഖിന്റെ പണ്ഡിതന്മാരായി വന്നത് എന്നതിനാൽ പിന്നീട് അവിടെ മാലിക്കി മദ്ഹബ് മാറി അവിടുത്തെ മേൽക്കോയ്മ ഷാഫി മദ്ഹബിനായി വന്നുവെങ്കിലും മറ്റു പ്രദേശങ്ങൾ, ആഫ്രിക്കൻ പ്രദേശങ്ങൾ, സ്പെയിന്, മൊറോക്കോ പോലുള്ള രാജ്യങ്ങൾ, അവിടെയൊക്കെ മഹാഭൂരിപക്ഷവും മാലിക്കി മദ്ഹബാണ് എന്ന സാഹചര്യമുണ്ട്. അതിൽ ചില രാജ്യങ്ങളൊക്കെ പിന്നീട് 400-500 കൊല്ലം കഴിയുമ്പോൾ അത് മാറി മറ്റു ചില മദ്ഹബിലേക്ക് മാറിയെങ്കിലും ചില പ്രദേശങ്ങൾ ഇന്നും മാലിക്കി മദ്ഹബിന് പ്രാമുഖ്യമുള്ള, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും മാലിക്കി മദ്ഹബാണ് കൂടുതലായി പ്രചാരമുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണെങ്കിലും കർമ്മശാസ്ത്ര രംഗത്തും വലിയ സേവനമാണ് അദ്ദേഹം നിർവഹിച്ചത് എന്നർത്ഥം. ഇങ്ങനെ എല്ലാ മേഖലയിലും വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനങ്ങളിൽ, ഹദീസ് വിജ്ഞാനങ്ങളിൽ, അതേപോലെ കർമ്മശാസ്ത്ര മേഖലകളിൽ എല്ലാം വലിയ മാതൃകകൾ ഉമ്മത്തിന് കൈമാറിക്കൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത്. ഹിജറ 179 86-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. 22 ദിവസം അവസാനം സുഖമില്ലാതെ അദ്ദേഹം രോഗിയായി പ്രയാസപ്പെട്ടു. 22 ദിവസങ്ങളുടെ രോഗത്തിന് ശേഷം അദ്ദേഹം പിന്നീട് വഫാത്താവുകയും ചെയ്തു. മദീനയിലെ ബഖീഇലാണ് ഇമാം മാലിക്കിനെ മറമാടിയത്. അന്നത്തെ ഭരണാധികാരി തന്നെ നേരിട്ട് ഹാജരാവുകയും ആ ഭരണാധികാരി അടക്കമുള്ളവർ അദ്ദേഹത്തെ മയ്യിത്ത് കട്ടിൽ വഹിക്കുകയും അദ്ദേഹം ഇമാമായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തുവെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഏതായിരുന്നാലും അഹ്ലുസ് സുന്നയുടെ നേതാക്കന്മാരിൽ ഏറെ പ്രഗത്ഭനായ ഇമാം എന്ന നിലയ്ക്ക് ഒരുപാട് പാഠങ്ങൾ ഇമാം മാലിക്കിൽ നമുക്കുണ്ട്. ആ ഒരു മാതൃക സ്വീകരിക്കാനും ആ വഴിയിൽ ദീനു പഠിക്കാനും പിന്നീട് ധാരാളം മതവിദ്യാർത്ഥികൾ ലോകവ്യാപകമായി തന്നെ അന്നു മുതൽ ഇന്ന് വരെ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇന്നും മാലിക്കി മദ്ഹബ് വ്യാപകമായി പഠിക്കപ്പെടുന്നു. മുവത്ത ഇന്നും വലിയ പഠന വിഷയമാണ്. ആ മുവത്തക്കളുടെ സേവനങ്ങൾ ഇന്നും ധാരാളമായി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ആ വഴിയിൽ നമുക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യാനുണ്ട്. ഇമാം മാലിക്കിന്റെ ഒരു മാതൃക ജീവിതത്തിലേക്ക് മാതൃകയായി സ്വീകരിക്കാൻ പറ്റാവുന്ന ഒട്ടനവധി മേഖലകൾ അതെല്ലാം മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അവിടെ വലിയ പിറകിൽ വരേണ്ടവരാണ് നമ്മളൊക്കെ എന്നുകൂടി ഒരു തിരിച്ചറിവുണ്ടാകണമെന്നാണ് എന്നോടും മതവിദ്യാർത്ഥികളോടും എല്ലാം പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം ഇമാമുമാരുടെ ചരിത്രം പഠിക്കുക വഴി അവരോടെല്ലാമുള്ള സ്നേഹം വർദ്ധിക്കാനും അവരുടെ നല്ല മാതൃകകളെ ജീവിതത്തിൽ പാലിക്കാനും ആ വഴിയിൽ തന്നെ വീണ്ടും അഹ്ലുസ് സുന്നയുടെ സേവകന്മാരായി വരാനുമെല്ലാമുള്ള ഒരു ആഗ്രഹവും താല്പര്യവും സന്നദ്ധതയുമാണ് നമുക്കെല്ലാം ഉണ്ടാവേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും എല്ലാം റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.